യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ അതേ ദൈവവും അബ്രഹാമും തമ്മിലുള്ള കോൺവെർസേഷൻസ്, സംഭാഷണങ്ങൾ, എങ്ങനെയാണ് അബ്രഹാം ദൈവത്തിന് മുമ്പാകെ മധ്യസ്ഥത അണിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് തുടങ്ങിയ വിഷയങ്ങളാണ്. നമ്മുടെ ജീവിതത്തിലും തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെല്ലാം തന്നെ ദൈവത്തെ അറിയാനും ദൈവത്തിൻ്റെ നേച്ചർ എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ നമുക്ക് കഴിയുന്നതായ ഒരവസ്ഥയാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, അബ്രഹാം ദൈവസന്നിധിയിൽ തന്നെ നിന്നു എന്ന് പറയുമ്പോൾ അതൊരു നീണ്ട അനുഭവമാണ്. നമ്മുടെ ജീവിതത്തിലും അങ്ങനെയുള്ള അനുഭവങ്ങൾ ആവശ്യമാണ്. പലപ്പോഴും നമ്മൾ പ്രാർത്ഥനാ സമയം എടുക്കുമ്പോൾ ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ 5 മിനിറ്റോ ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്നു അതാണ് ദൈവസന്നിധി എന്നുള്ളത്. പക്ഷേ അത് മാത്രമല്ല ദൈവസന്നിധി എന്ന് പറയുന്നത്. ദൈവസന്നിധി എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിന് മുമ്പാകെ ജീവിക്കുന്ന ഏതൊരു അനുഭവവും, അത് ജീവിതത്തിൻ്റെ തുടർമാനമായ അനുഭവങ്ങളിൽ നമ്മൾ ദൈവസന്നിധിയിലാണ് ജീവിക്കേണ്ടത്. അബ്രഹാമിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ചു. അബ്രഹാം ദൈവത്തിന് മുമ്പാകെ നടന്നു എന്നുള്ളത്, ദൈവത്തിന് മുമ്പാകെ അത് ദൈവം സാക്ഷ്യപ്പെടുത്തിയ കാര്യമാണ്. അബ്രഹാം എൻ്റെ മുമ്പാകെ നടന്നു എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം എപ്പോഴും ദൈവത്തിൻ്റെ കണ്ണിൻ്റെ മുമ്പാകെയായിരുന്നു അബ്രഹാം. എപ്പോഴും അബ്രഹാമിനെ ദൈവം വീക്ഷിച്ചു കൊണ്ടിരുന്നു. അതേപോലെ തന്നെ ദൈവത്തിൻ്റെ കണ്ണുകൾ എപ്പോഴും എന്നെ കാണുന്നു എന്നുള്ള ചിന്തയും അബ്രഹാമിനുണ്ടായി. അതുകൊണ്ട് അബ്രഹാമിൻ്റെ ജീവിതം അതേ നിരപവാദ്യമായ ജീവിതമായിരുന്നു. അബ്രഹാമിൻ്റെ ജീവിതം ദൈവത്തിന് വളരെ പ്രസാദമായുള്ള ഒരു ജീവിതമായിരുന്നു. അതുകൊണ്ട് ദൈവം അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നൽകിയതായ വാഗ്ദത്തങ്ങളെ നിറപടിയായി നിവർത്തിച്ചു. നമ്മുടെ ജീവിതവും എപ്പോഴും അങ്ങനെയാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. നമുക്കറിയാം, ഇത് CCTVയുടെ ഒരു കാലഘട്ടമാണ്. യു ആർ അണ്ടർ സർവൈലൻസ് എന്നുള്ള ബോർഡ് കാണുന്നിടത്തെല്ലാം ആളുകൾ എന്തും മര്യാദയോടുകൂടിയാണ് പെരുമാറുന്നത്. ഓഫീസിലെ സ്ഥാപനങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ക്യാമറയുടെ കീഴിൽ വർക്ക് ചെയ്യുന്നതായ ആളുകൾ അവർ എത്രത്തോളം കൃത്യമായിട്ടുള്ള മറുപടിയും സംസാരവും അതേ പെരുമാറ്റമൊക്കെ അവർ ചെയ്യാറുണ്ട്. കാരണം അവർ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾ എപ്പോഴും CCTVയുടെ സർവൈലൻസിലാണ്. ഓഫീസിൽ പറയുന്ന ഓരോ വാക്കുകളും, ഞങ്ങളുടെ ഓരോ ആംഗ്യങ്ങളും, ഞങ്ങളുടെ ഓരോ പോസ്റ്റേഴ്സും അതേ നിരീക്ഷിക്കുന്നതായ ഒരു കേന്ദ്രമുണ്ട് എന്നുള്ള ചിന്ത അവരെ കൂടുതൽ കൃത്യതയോടുകൂടെ പെരുമാറാനും ഉത്തരവാദിത്വത്തോടുകൂടി ജോലി ചെയ്യാനും അവരെ പ്രേരിപ്പിക്കുന്നു. ഇതേപോലെ തന്നെയാണ് ദൈവം എന്നെ കാണുന്നു, ദൈവം എന്നെ അറിയുന്നു, ദൈവം എന്നെ കേൾക്കുന്നു എന്നുള്ള ചിന്ത നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനിടയായിത്തീരും. പലപ്പോഴും പല ആളുകൾ അവരുടെ ജീവിതത്തിൽ പാപങ്ങളിൽ ഏർപ്പെടുന്നത്, അവർ വെറുക്കുത്തുകളിലോ മദ്യപാനങ്ങളിലോ അതേ പുകവലിയിലോ ഒക്കെ അവരുടെ ജീവിതത്തെ നശിപ്പിക്കുന്നത്, അവരുടെ ശരീരത്തെ നശിപ്പിക്കുന്നത് ദൈവസന്നിധിയിലല്ല അവർ നിൽക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾ പേരിൽ ഒരു ക്രിസ്ത്യാനിയായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾ ക്രിസ്തീയ പാരമ്പര്യങ്ങളിൽ നിങ്ങൾ പുകഴുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നു, ഓ ഞാനിതിനൊന്നും കൺസേൺ അല്ല എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും ആ ദൈവമുമ്പാകെ നിങ്ങൾക്ക് ആയിരിക്കാൻ കഴിയത്തില്ല. പക്ഷേ നമ്മൾ ഓരോരുത്തരും ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ലോകത്തിലുള്ള എല്ലാ ആളുകളും ദൈവത്തിൻ്റെ മുമ്പാകെയാണ് ആയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ എബ്രായ ലേഖനത്തിൽ നിന്നൊരു വാക്യം വായിച്ചില്ലേ, സകലവും അവൻ്റെ മുമ്പാകെ നഗ്നവും മലർന്നവുമായി കിടക്കുന്നു. അവൻ്റെ കണ്ണിന് മറയ്ക്കുവാൻ കഴിയുന്ന യാതൊന്നും ഈ ഭൂമിയിലില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എപ്പോഴും ദൈവസന്നിധിയിലാണ് എന്നുള്ള ചിന്തയിൽ നമ്മൾ ജീവിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തോട് സംസാരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിൻ്റെ അടുക്കലേക്ക് കൂടുതൽ അടുത്ത് ചെല്ലുവാൻ, അതേ ദൈവത്തോട് സംസാരിക്കുവാൻ, ദൈവത്തോട് ഇടപഴകുവാൻ കഴിയേണ്ടതിന് നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുത്തിരണം. കൂടുതൽ നമ്മൾ ദൈവത്തിനടുക്കിലേക്ക് ചെല്ലുവാൻ നമുക്ക് കഴിയുന്നത്, കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതുപോലെ, നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു പോസ്ചറാണ് ദൈവത്തിനടുക്കിലേക്ക് ചെല്ലാനുള്ള ഒരാഗ്രഹം. അവൻ്റെ അടുക്കിലേക്ക് ശാരീരികമായി ചെല്ലുന്നു എന്നുള്ളതല്ല പ്രധാനം. ഏതെങ്കിലും മതം ആചാരപരമായി ചെയ്യാൻ പറയുന്നതല്ല ഈ ദൈവത്തിനടുക്കിലേക്ക് ചെല്ലുക എന്ന് പറയുന്നത്. ചിലർ ചിന്തിക്കാറുണ്ട്, ഈ പ്രാർത്ഥന ഇത്ര വട്ടം പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ആ പ്രാർത്ഥനയിൽ ദൈവം പ്രസാദിക്കും. നോ, ഒരിക്കലുമില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ചൊല്ലുകളിലല്ല, മാനുഷിക സമ്പ്രദായങ്ങളിലുമല്ല, മനുഷ്യൻ്റെ ഇഷ്ടങ്ങളിലുമല്ല, മനുഷ്യൻ്റെ പ്രവൃത്തിയിലുമല്ല. അവിടെ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്ന ഏതൊരു വ്യക്തിക്ക് മാത്രമേ ദൈവത്താലുള്ള ആ ഇടപെടൽ അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു നിർത്തിയതായ ഭാഗം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ, അബ്രഹാം ദൈവത്തോട് ഒരു കാര്യം ചോദിക്കുക. ആ ചോദ്യം ഇന്നലെ നമ്മൾ കേട്ടതുപോലെ ദൈവത്തെ അറിഞ്ഞുള്ള ചോദ്യമാണ്, ദൈവത്തെ മനസ്സിലാക്കിയുള്ള ചോദ്യം.
ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഇന്നലത്തെ ചിന്തയിലൂടെ ദൈവത്തെ വ്യക്തിപരമായി അറിയേണ്ടതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ദൈവത്തെ വ്യക്തിപരമായി അറിഞ്ഞെങ്കിൽ മാത്രമേ ദൈവത്തോട് വ്യക്തിപരമായി നമുക്ക് സംഭാഷിക്കുവാനും കഴിയത്തുള്ളൂ. അങ്ങനെ ദൈവത്തോട് വ്യക്തിപരമായി സംഭാഷിക്കുന്നതിലൂടെ വി ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻസ്. നമുക്ക് ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കാം. ആ ചോദ്യങ്ങൾക്ക് ദൈവം മറുപടി തരുന്നത് നമുക്ക് കേൾക്കാനും അനുഭവിക്കുവാനും സാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അതേ അബ്രഹാമിൻ്റെ ആ പ്രാർത്ഥനയിൽ അബ്രഹാം ചോദിക്കുന്നതായൊരു ചോദ്യമുണ്ട്. അബ്രഹാം അടുത്ത് എന്ന് പറഞ്ഞത് 23-ാമത്തെ വാക്യം, ദുഷ്ടനോടുകൂടെ നീതിമാനെയും നീ സംഹരിക്കുമോ? നോക്കൂ, എത്ര പ്രധാനപ്പെട്ട ചോദ്യമാണ്. ദുഷ്ടനോടുകൂടെ നീതിമാനെ നീ സംഹരിക്കുമോ? ഈ ഒരു ചോദ്യത്തിൽ അബ്രഹാമിന് ദൈവത്തിൻ്റെ നേച്ചർ അറിയാമെന്നുള്ളതാണ് നമുക്കവിടെ വെളിവായി വരുന്നത്. ദൈവത്തിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് ഒരിക്കലും നീതിമാനെ ദൈവം നശിപ്പിക്കില്ല എന്നുള്ളതാണ്. നീതിമാനെ നശിപ്പിക്കും. അതുകൊണ്ട് ഈ ന്യായവിധി വരുമ്പോൾ ഈ സൊദോം പട്ടണത്തിൽ ഒരു നീതിമാനുണ്ടെങ്കിൽ ആ നീതിമാൻ നിമിത്തം ആ ദേശത്തെ നശിപ്പിക്കുമോ എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ ദൈവത്തിൽ നിന്നും ഉണ്ടാകാവുന്ന മറുപടിയെക്കുറിച്ചുള്ള ഒരു ഉറപ്പ് ഈ അബ്രഹാമിൻ്റെ ജീവിതത്തിലുണ്ട്. ഒരിക്കലും അബ്രഹാം ദൈവത്തെ അവിടെ ട്രാപ്പ് ചെയ്യുകയല്ല ചെയ്യുന്നത്, മറിച്ച് ദൈവത്തിൻ്റെ സ്വഭാവത്തെ അറിഞ്ഞ് ദൈവത്തോട് സംസാരിക്കുന്നതായ ഒരു അബ്രഹാം. ഇനി ശ്രദ്ധിച്ചു നോക്കിയേ, ഈ അബ്രഹാം അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ, അവിടെ അബ്രഹാം ദൈവത്തോട് സംസാരിക്കാൻ ഇല്ലായിരുന്നെങ്കിൽ എന്തു സംഭവിക്കുമായിരുന്നു? ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട്. അബ്രഹാമിൻ്റെ പ്രാർത്ഥന കുറച്ച് നീണ്ടു നിൽക്കുന്നതായ പ്രാർത്ഥനയാണ്. ദൈവത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നത് വളരെ നേരം നീണ്ടു നിൽക്കുന്നതായ ഒരു അനുഭവമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത്രത്തോളം ആ സൊദോം ഗൊമോറയുടെ ആ നാശം, ദൈവത്തിൻ്റെ ആ ജഡ്ജ്മെൻറ്റിനെ നീട്ടിക്കൊണ്ടു പോകുവാൻ അബ്രഹാമിന് സാധിക്കുന്നു എന്നുള്ളതാണ്. അതിനർത്ഥം നമ്മൾ ദൈവസന്നിധിയിൽ കുടുംബങ്ങൾക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടിയൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, ദൈവത്തോട് സംസാരിക്കുന്നത്, ദൈവത്തോടുള്ള തുടർമാനമായിട്ടുള്ള സംഭാഷണങ്ങൾ ഏർപ്പെടുന്നത് പലപ്പോഴും അവരുടെ മേലുള്ള ദൈവകോപം നീട്ടിവെക്കുവാൻ അത് കാരണമായി തീരും. അങ്ങനെ നീട്ടിവെക്കുമ്പോൾ ഒരുപക്ഷെ അവർ അനുദപിച്ചെങ്കിൽ അവരുടെ മേലുള്ള ശിക്ഷ മാറുവാനിടയായി തീരും. നിനവേ പട്ടണം, ആ ഒരു വിഷയം നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ. നിനവേയിലും ഇതുതന്നെയാണ് സംഭവിച്ചത്. അവിടുത്തെ ജനങ്ങളുടെ പാപം, ദൈവത്തോടുള്ള മത്സരം അതികഠിനമായി തീർന്നപ്പോൾ ദൈവം ആ ദേശത്തെ ന്യായം വിധിക്കാൻ തീരുമാനിച്ചു. യോന എന്ന് പറയുന്നതായ പ്രവാചകനെ ദൈവം അവിടേക്ക് അയച്ചു. പക്ഷേ യോന പോകുന്ന വഴിയിൽ അനുസരണക്കേട് കാണിച്ചത് നമുക്കറിയാം. ആ പട്ടണത്തിലേക്ക് അവസാനം യോന ചെന്നു കഴിഞ്ഞപ്പോൾ അവൻ ആ പട്ടണത്തിന് വിരോധമായി പ്രസംഗിച്ചു. പക്ഷേ ആ ജനം എന്തു ചെയ്തു? ആ ജനം യോനയുടെ വാക്ക് കേട്ട് അവർ രട്ടിലും വെണ്ണീരിലും ഇരുന്ന് അവിടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ആ ദൈവദാസൻ അറിയാതെ തന്നെ ദൈവം ആ ന്യായവിധിയെ അവിടെ നിന്ന് നീക്കിക്കളഞ്ഞു. അതിനർത്ഥം ദൈവം ഒരു പട്ടണത്തെയോ ഒരു ദേശത്തെയോ ഒരു വ്യക്തിയോ ന്യായം വിധിക്കാൻ തീരുമാനിച്ചാൽ ദൈവത്തെ അറിയുന്ന ആളുകൾ, അബ്രഹാമിനെ പോലെ ദൈവത്തെ അറിയുന്ന ആളുകൾ, അവരോട് ദൈവം ഈ വിവരം സംസാരിച്ചിട്ട് മാത്രമേ ദൈവം അവിടെ ന്യായവിധി നടത്തുകയുള്ളൂ. എൻ്റെ ജീവിതത്തിൽ പല തവണയും ഞാൻ പ്രാർത്ഥിക്കാൻ നേരമോ അല്ലെങ്കിൽ എൻ്റെ ഉറക്കത്തിലോ അല്ലെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കുമ്പോഴോ ദൈവം കാണിക്കുന്ന ചില ദർശനങ്ങളെ അടിസ്ഥാനമാക്കി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ആ പ്രാർത്ഥനയിൽ എന്താണ് സംഭവിക്കുന്നത്? ദൃശ്യമായി എനിക്ക് അന്നേരം ഒന്നും കാണാൻ കഴിയത്തില്ലെങ്കിലും എന്നെ ദൈവം കാര്യങ്ങൾ അറിയിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നെ ദൈവം ചില സന്ദർഭങ്ങളിലൊക്കെ ധാരാളം ദർശനങ്ങൾ കാണിക്കാറുണ്ട്. ഞാൻ പലപ്പോഴും ഈ ദർശനങ്ങൾ മറ്റുള്ളവരോട് അധികമായി സംസാരിക്കാറില്ല, പറയാറില്ല. കാരണം എനിക്കറിയാം ആ ദർശനങ്ങൾ ദൈവം കാണിക്കുന്നത് ഞാൻ ആ വിഷയത്തിന്മേൽ പ്രാർത്ഥിക്കാനാണ്, അല്ലാതെ ആ ദർശനങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞ് അവരെ പേടിപ്പിക്കാനല്ല ദൈവം എന്നെ അത് കാണിക്കുന്നത്. ചില ആളുകളുണ്ട്, അങ്ങനെ ദൈവം ദർശനം കാണിച്ചാൽ ഉടനെ അവർ ആ കൺസേർഡ് ആൾക്കാരോട് പോയി പറഞ്ഞിട്ട് അവരെ പേടിപ്പിച്ച് കളയും. മറിച്ച് നമ്മൾ പലപ്പോഴും ദർശനം കാണുന്നത് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. ദൈവം നമ്മളെ അറിയിക്കുന്നു സംഭവിക്കാൻ പോകുന്ന കാര്യം, അത് സംഭവിക്കും എന്നുള്ളതല്ല നമ്മൾ ഉറപ്പിക്കേണ്ടത്. മറിച്ച് നമ്മുടെ ഭാഗത്ത് നിന്ന് എന്ത് പ്രതികരണമാണ് നമ്മൾ ദൈവത്തോട് പറയുന്നത്. അബ്രഹാമിനോട് ദൈവം ഇത് പറഞ്ഞപ്പോൾ അബ്രഹാം എന്താ ചിന്തിക്കുന്നത്? അബ്രഹാം ചിന്തിക്കുന്ന മുഴുവനും സൊദോം ഗൊമോറ ആ ആളുകൾക്ക് വേണ്ടിയാണ് താൻ ചിന്തിക്കുന്നത്. നോക്കൂ, അബ്രഹാമിൻ്റെ സഹോദരപുത്രൻ അതേ ലോത്തും തൻ്റെ ഭാര്യയും മക്കളും അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അബ്രഹാം ഒരിക്കലും ദൈവത്തോട് പറയുന്നത്, ദൈവമേ നീ ആ ദേശത്തെ നശിപ്പിച്ചോ,
പക്ഷേ അതിനു മുമ്പ് ലോത്തിനെയും തൻ്റെ കുടുംബത്തെയും രക്ഷിക്കണമെന്നുള്ളതല്ല അബ്രഹാം പറയുന്നത്, മറിച്ച് ആ പട്ടണത്തെ നശിപ്പിക്കരുതേ എന്നുള്ള ഒരു വലിയ ചിന്തയാണ് ഈ അബ്രഹാമിനെ ഭരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ആയിരിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ പ്രാർത്ഥിക്കുവാൻ. നോക്കൂ, ഈ അബ്രഹാമിൻ്റെ പ്രാർത്ഥന ഫലപ്രദമായ പ്രാർത്ഥന എന്ന നിലയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ എന്താണ് ഫലപ്രദമായ പ്രാർത്ഥന എന്നുള്ളതാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. അതേ യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന. ഈ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥമാണ് നമ്മൾ ആ വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് കണ്ടത്. രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കും. ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന കേൾക്കാതെ ഇരിപ്പാനുള്ള കാരണങ്ങളെ നമ്മൾ അഡ്രസ്സ് ചെയ്യും എന്നുള്ളതാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പാപങ്ങളെ ഏറ്റുപറഞ്ഞുള്ള പ്രാർത്ഥന. ഇവിടെ ഒരു സമൂഹമായ പ്രാർത്ഥനയെക്കുറിച്ചായിരിക്കാം ഇവിടെ വിശദീകരിക്കുന്നത്. പക്ഷെ വ്യക്തിപരമായ പ്രാർത്ഥനയിലാണെങ്കിൽ പോലും നമ്മുടെ പ്രാർത്ഥനയുടെ ആദ്യഘട്ടങ്ങളിൽ നമ്മുടെ പ്രാർത്ഥന ശ്രദ്ധയോടുകൂടുള്ളതായി തീരുവാൻ വേണ്ടി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ പലപ്പോഴും ഈ പഴയ നിയമത്തിലെ ഭക്തന്മാരുടെ പ്രാർത്ഥനകൾ ശ്രദ്ധിക്കാറുണ്ട്. അവരുടെ പ്രാർത്ഥനയുടെ ആദ്യഘട്ടങ്ങളിൽ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ട്. ദൈവത്തെ ആരാധിക്കും. ദൈവമേ, നീ മഹാനും ഭയങ്കരനുമാണ്, നീ അത്യുന്നതനായ ദൈവമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രാർത്ഥനയിലും ആദ്യഘട്ടങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തിൻ്റെ ആ വല്ലഭത്വം കാണുവാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത്. എന്നാൽ രണ്ടാമത് ഞാൻ പാപിയാണെന്നുള്ള ആ ഒരു റിയലൈസേഷനിൽ, തിരിച്ചറിവിൽ എൻ്റെ പാപങ്ങൾ ക്ഷമിക്കേണ്ടതിന് വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. കാരണം എൻ്റെ പ്രാർത്ഥന ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥനയായിരിക്കണമെങ്കിൽ ഞാൻ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് യാചന അർപ്പിക്കണം എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തിൻ്റെ ആ വല്ലഭത്വത്തെ നമ്മളുടെ പ്രാർത്ഥനയുടെ ആദ്യഘട്ടങ്ങളിൽ നമ്മൾ കാണുകയും ആ ദൈവത്തെ, ആ വല്ലഭത്വത്തിൽ ദൈവത്തെ സ്തുതിക്കുക വഴി സ്തുതികളിന്മേൽ വസിക്കുന്നവനായ ദൈവം നമ്മുടെ ആ സ്തുതികളിന്മേൽ ഇറങ്ങി വന്ന്, സ്തുതിയുടെ സിംഹാസനത്തിൽ ഇറങ്ങി വന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ കൃപയ്ക്കായി, കരുണയ്ക്കായി, നമ്മുടെ പാപക്ഷമയ്ക്കായി നമുക്ക് ദൈവത്തോട് ചോദിക്കാൻ സാധിക്കും. അപ്പോൾ തന്നെ നമുക്കറിയാം എൻ്റെ പാപങ്ങളെ ദൈവം ക്ഷമിക്കുന്നു എന്നുള്ളത്. ഇത് ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥനയുടെ ആദ്യത്തെ ഒരു പടി തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ഫലപ്രദമാകണമെങ്കിൽ നമ്മൾ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കണം. അടുത്ത ദിവസങ്ങളിൽ ദൈവം അനുവദിക്കുന്നെങ്കിൽ ഈ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥനയുടെ വിവിധ വശങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അബ്രഹാമിൻ്റെ പ്രാർത്ഥന വളരെ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥനയായിരുന്നു. ആ പ്രാർത്ഥനയിൽ താൻ ദൈവത്തിനു മുമ്പാകെ തന്നെ അർപ്പിക്കുകയും താഴ്ത്തുകയും ദൈവത്തിൽ നിന്ന് കേൾക്കാനുള്ള ആഗ്രഹത്തോടു കൂടെ താനായിരിക്കുകയും ചെയ്തു. എന്ന് മാത്രമല്ല, വിഷയങ്ങളെ ശരിയായി അപഗ്രഥിച്ച് തൻ്റെ സഹോദരപുത്രനെയും കുടുംബത്തെ മാത്രമല്ല അബ്രഹാം ചിന്തിക്കുന്നത്, ആ മുഴുവൻ ദേശത്തെക്കുറിച്ചും അബ്രഹാം ചിന്തിക്കുക. നോക്കൂ, ഇത് നീതിമാനായ ദൈവത്തിൻ്റെ ന്യായവിധിക്ക്, പ്രവൃത്തിക്ക് നമ്മൾ എങ്ങനെയാണ് ദൈവത്തെ അവിടെ പിന്തുണയ്ക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്കിവിടെ കാണാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ നമ്മൾ ഇൻവോൾവായി തീരുന്നതാണ് നമ്മളുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ, അല്ലെങ്കിൽ നമ്മളുടെ സഭയായിട്ടുള്ള പ്രാർത്ഥന, സമൂഹമായിട്ടുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥനയിലേക്ക് കടന്നു വരുവാൻ ഞാൻ നിങ്ങളെ എല്ലാവരെയും ഇന്ന് ആഹ്വാനം ചെയ്യുകയാണ്. അടുത്ത ദിവസങ്ങളിൽ ഇതിൻ്റെ ബാക്കിയായിട്ടുള്ള നമ്മൾ ചിന്തിക്കുന്നതാണ്. അതിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും ഹാർദവമായി ക്ഷണിക്കുന്നു. ഒരു നിമിഷം നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവ്, ഈ വചനം അനേകരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ. വ്യക്തിപരമായി ദൈവത്തെ അറിയുവാനും വ്യക്തിപരമായി അതിനനുസരിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും ദേശത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠകളാൽ നിറഞ്ഞ് ദേശത്തിനു വേണ്ടി മധ്യസ്ഥാനിച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ഏവരെയും നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് ആത്മീയമായ കൂട്ടായ്മയ്ക്ക് കൂടുതൽ താല്പര്യമുണ്ടെങ്കിൽ അതിന് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. അതുപോലെ വചനത്തിൻ്റെ പഠനത്തിന് ഞങ്ങൾ നിങ്ങളെ സഹായിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിന് ഞങ്ങളെ വിളിക്കാം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു.